ഹലോ ഗൈസ്, ഐ എം അശ്വതി. ഐ എം എൻ ACCA സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് അറ്റംപ്റ്റിൽ ഞാൻ SBR ആണ് എഴുതിയത്. ഫസ്റ്റ് ACC പേപ്പറായിരുന്നു, ബാക്കിയുള്ളതൊക്കെ എക്സംപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ACC പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാം ആദ്യമായതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ വാസ് റിയലി ഹാപ്പി. ബട്ട് എക്സാമിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ ഐ എം സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. ഇനിയിപ്പോൾ എക്സാംഷൻ എടുത്ത കുറേ കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാം. അതായത് സിലബസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചോദ്യങ്ങൾ, പക്ഷേ എനിക്കതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ മൊത്തം അറിയുന്നതിനേക്കാളും നല്ലത് ഒരു 75% അറിഞ്ഞു വെച്ചാൽ നന്നായി തോന്നുന്നു. അതായത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതിൽ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ സംഭവം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഒന്നും അറിയാത്തതിനേക്കാളും നല്ലതാണ് പകുതിയെങ്കിലും അറിയണത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ എനിക്കെന്തുണ്ടായി വെച്ചാൽ IFRS S2 പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് സ്റ്റാൻഡേർഡാണ്. അതിൽ ഡിസ്ക്ലോഷേഴ്സ്, മെട്രിക്സ് ആൻഡ് ടാർഗറ്റ്സ് എങ്ങനെയാണെന്നോ അങ്ങനെ എന്താ ഡിസ്ക്ലോഷേഴ്സ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ SBR പേപ്പർ സെക്ഷൻ A, സെക്ഷൻ B ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് അക്കൗണ്ട്സ് ആവും, സെക്കൻഡ് എത്തിക്സ്, പിന്നെ 2 സ്റ്റാൻഡേർഡ് ബേസ്ഡും പിന്നെ കോൺസെപ്റ്റ് ഫ്രെയിംവർക്ക് ആൻഡ് ഇൻവെസ്റ്റർ ഫോക്കസ് ആണ്. അപ്പോൾ ഈ എത്തിക്സ് ഒരുവിധം ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ചടികപത്തിക്കുള്ള കപ്ലാനത്തിൻ എല്ലാ ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ വാസ് കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ്. ഞാൻ ഗ്രൂപ്പ് അക്കൗണ്ട്സ് നോക്കണം മുന്നേ തന്നെ അതിൽ പോയി നോക്കി, എത്തിക്സ് പോയി എടുത്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തു. അതായിരുന്നു ട്രാപ്പ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തപ്പാണ്, എന്താണ് എഴുതുന്നുണ്ട്. അതായത് എത്തിക്സ് എന്ന് പറയുമ്പോൾ അവർ ആ അക്കൗണ്ടൻ്റ് ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എനിക്കാണെങ്കിൽ എന്താ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവണ്ടേ, പോയി അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പോയി ട്രാപ്പിലാണ് പോകുന്നത്. അതായത് ഇപ്പം എക്സാം എങ്ങനെയാണ് മിക്സ് ആവും, ഈസി, ഹാർഡ്, മീഡിയം, അങ്ങനെ ഓരോ ഇതിലായിരിക്കും എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ എനിക്ക് ഹാർഡായിട്ടുള്ളതിൽ തന്നെ ഞാൻ ഫസ്റ്റ് പോയി തല വെച്ചു. പിന്നെ അങ്ങോട്ട് എന്തുണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല. 3.25 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല, ഷടയിച്ചിട്ടുണ്ട് പോയി. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ശരിയാണോ എന്തോ എനിക്കറിയില്ല. നല്ല രസമായിരുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കണ്ട ചിരിക്കണ പോലെ തന്നെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞില്ലേ. എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 75% അതിൻ്റെ ബേസിക് ഐഡിയ, മൊത്തത്തിലുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഒക്കെ പോയി. ഞാൻ വിചാരിച്ചത് പ്ലാനൊക്കെ ചെയ്ത് എഴുതണം, അങ്ങനെയൊക്കെ ഫുൾ സ്ട്രക്ചറായിട്ട്. എന്ത് സ്ട്രക്ചർ, മൗസ് കൊണ്ട് ആ സാധനം അങ്ങോട്ട് അനക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. അതായത് എക്സിബിറ്റും വേർഡ് പ്രോസസ്സറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊക്കെ എഴുതണ്ട. ഈ ലാപ്ടോപ്പിൽ എൻ്റെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടേ അതുപോലെ തന്നെ ഞാൻ മൗസ് അനക്കാൻ വേണ്ടി പോവുക, ഈ മൗസ് ഉപയോഗിക്കാതെ. അതങ്ങോട്ട് ശീലമായിട്ട് ഇപ്പോൾ മനസ്സിലായി എന്തിനാണ് അവർ വേറെ കീബോർഡും മൗസൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി മുതൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. CBE പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു, പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിൽ ചെയ്യുന്ന ആ ഒരു സ്മൂത്ത്നെസ് ആൻഡ് കംഫർട്ട് നമ്മൾ വേറൊരു സിസ്റ്റത്തിൽ പോയി ചെയ്യുമ്പോൾ കിട്ടില്ല എന്ന്, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവർക്കൊക്കെ ശീലമുള്ളതല്ലേ, അവർക്കൊക്കെ അറിയാം അങ്ങനെയൊക്കെയാവും എൻവിറോൺമെൻറ്റ് എന്നൊക്കെ, സ്ഥലവും അറിയുണ്ടാവും. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെല്ലല്ലേ, അപ്പം അതിൻ്റേതായൊരു ഇത്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഫണ്ണി, ഓൾസോ ഡിസപ്പോയിൻറ്റിങ്. ഒന്നുമില്ല, ജസ്റ്റ് ഫുള്ളൊരു റഷായിരുന്നു ക്ലാസ്സും എല്ലാം കൂടി. പിന്നെ എന്തിനങ്ങനെ റഷ് ചെയ്യണിച്ചിട്ട് കുറച്ച് സ്ലോയിലാണ് പോയത്. പിന്നെ ഒരു കാര്യം എനിക്ക് പഠിക്കണമെങ്കിൽ 4 വട്ടം കേൾക്കണം. ക്ലാസ്സൊന്നും എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. ഞാൻ പിന്നെ ഇരുന്ന് എന്തൊക്കെയോ ആരുടെയൊക്കെ ക്ലാസ്സൊക്കെ കണ്ടത് എനിക്കറിയില്ല. ഞാൻ വേറെ ഒന്നും പർച്ചേസ് ചെയ്യാൻ നിന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കുറേ ക്ലാസ് കണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ പഠിച്ചു. അയ്യോ, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഞാൻ കുറേ പഠിച്ചു, അല്ലാതെ ഭയങ്കര പിന്നിലൊന്നുമല്ല, അത്യാവശ്യം ഒക്കെ പഠിച്ചു.
പിന്നെന്താ, ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങളാണ് വരിക. എനിക്ക് എന്തൊക്കെയാ വന്നത്, ഗ്രൂപ്പ് അക്കൗണ്ട്സിൽ സ്റ്റെപ്പ് അക്വിസിഷനും പിന്നെ കൺട്രോൾ ഡിക്രീസും, പിന്നെ SOFP ആയിരുന്നു, കൺസോളിഡേറ്റഡ് SOFP, പിന്നെ എത്തിക്സിൽ IFRS S2, പിന്നെന്താ പെൻഷൻ്റെ വന്നായിരുന്നു IFRS 9, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെ ചേഞ്ച് ഇൻ യൂസ് പ്രോപ്പർട്ടിയുടെ, പിന്നെ IFRS 18. IFRS 18 ഒക്കെ പ്രിഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ACC കാരൻ പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഇതിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞെട്ടിയൊന്നും ഇല്ല, എഴുതാൻ പറ്റി. പക്ഷെ അത് ലാസ്റ്റായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ടൈമിൻ്റെ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും അറിയാത്തതുകൊണ്ട്, ഐ മീൻ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും എക്സിബിറ്റിൽ നമ്മൾ കാണില്ല. അതുകൊണ്ട് പിന്നെ കുറേ നേരം നോക്കിയിട്ട് അങ്ങനെ സമയം പോകും. പിന്നെ ആ സംഭവമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു പ്രാക്ടീസ് വേണം എക്സിബിറ്റൊക്കെ. ഓരോ സംഭവം ഇങ്ങനെ തുറന്ന് ആ സൂമാക്കി ഇങ്ങടനക്കി ഒരുമാതിരിയാണ്. എന്നൊക്കെ ശീലമാവും. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിലാകുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ചെയ്ത് ശീലമാവും. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന വൃത്തിയും ഇല്ല. മറ്റേത് എന്തൊക്കെയോ കറവറ നോക്കാൻ തന്നെ എനിക്ക് തോന്നിയില്ല. ഞാൻ പിന്നെ ചെക്ക് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറയുന്നത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ചിലപ്പോൾ അടുത്ത ജൂണിൽ ഞാൻ SBR എഴുതുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ് ഇൻ പാസിങ് ദിസ്. അറിയില്ല. എന്തായാലും ഇപ്പോൾ BCom ഉണ്ട് പഠിക്കാൻ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പേപ്പർ ക്ലാസ് തുടങ്ങുന്നുണ്ടാവും തോന്നുന്നു. അതിനെ പറ്റി അറിയില്ല. എന്തായാലും ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. പറഞ്ഞ് ചിലപ്പോൾ ഞാൻ ചിരിച്ച് എന്തൊക്കെയൊക്കെയോ ആവും. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബൈ.